ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബറിൽ നടക്കാൻ പോവുകയാണ്. പല വമ്പൻ കൂടുമാറ്റത്തിന്റെയും റിപ്പോർട്ടുകളാണ് ഇതിന് മുന്നോടിയായി ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് സഞ്ജു സാംസണിന്റെ കൂടുമാറ്റത്തെക്കുറിച്ചാണ്. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ടീം വിടുകയാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ എങ്ങോട്ടാവും സഞ്ജു കൂടുമാറുകയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് സഞ്ജു ഡൽഹി ക്യാപിറ്റൽസിലേക്ക് കൂടുമാറും എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നീക്കം നടക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജുവിന് പകരം ട്രിസ്റ്റൻ സ്റ്റബ്സ്, അശുതോഷ് ശർമ്മ എന്നീ 2 താരങ്ങളെയാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന് ഡൽഹി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാനുമായി സഞ്ജുവിനെ ഒപ്പമെത്തിക്കാനുള്ള ചർച്ചകളിൽ നിന്ന് ഡൽഹി പിന്മാറിയെന്നാണ് വിവരം. ഇതിന് പിന്നാലെ CSKയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഡൽഹി പിന്മാറിയതോടെ CSK സഞ്ജുവിനെ വാങ്ങാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് CSK CEO തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരിക്കലുമില്ല, അങ്ങനെയൊരു നീക്കം CSK നടത്തുന്നില്ലെന്നാണ് ടീമിന്റെ CEO കാശി വിശ്വനാഥ് തുറന്നു പറഞ്ഞത്. ഇതോടെ സഞ്ജുവിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യവും വീണ്ടും ശക്തമാവുകയാണ്. CSK നേരത്തെ രാജസ്ഥാനുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ സഞ്ജുവിനെ കൈമാറാൻ ഋതുരാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ, ശിവൻ ദുബെ എന്നീ 3 താരങ്ങളെയാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടത്. ഋതുരാജ് CSKയുടെ നായകനാണ്. ജഡേജ 2012 മുതൽ CSKയുടെ ഭാഗമായി തുടരുന്ന താരമാണ്. ശിവൻ ദുബൈക്ക് CSKയുടെ മധ്യനിരയിലും നിർണായക റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൈവിടാൻ CSK തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ വാങ്ങാൻ നിലവിൽ CSK തയ്യാറാവില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. സഞ്ജുവിനെ MS ധോണിക്ക് പകരക്കാരനായി കൊണ്ടുവരികയാവും CSKയുടെ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. എന്നാൽ 2026 സീസണിലും ധോണി കളിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ ഇനി തിടുക്കപ്പെട്ട് മറ്റൊരു കീപ്പറെ കൊണ്ടുവരേണ്ട എന്ന നിലപാടിലാണ് CSK ഉള്ളത്. ധോണിക്ക് പകരക്കാരനായി ഉർവിൽ പട്ടേലിനെ വളർത്തിയെടുക്കാനും CSKക്ക് പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളെ കൈവിട്ട് സഞ്ജുവിനെ കൊണ്ടുവരേണ്ട എന്ന നിലപാടിലാണ് CSK ഉള്ളത്. ഇനി സഞ്ജുവിനെ കൂടുമാറുകയെന്നത് എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്. ഡൽഹിയും CSKയും സഞ്ജുവിനെ ഒപ്പം കൂട്ടാനുള്ള നീക്കം ഉപേക്ഷിച്ചതിനാൽ പിന്നീടൊരു സാധ്യത സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്കാണ്. ഇത്തവണ വലിയ നീക്കങ്ങൾക്ക് ഓറഞ്ച് ആർമി തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. ഇഷാൻ കിഷൻ ഹൈദരാബാദിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിപ്പോയേക്കും. സൂപ്പർ താരം ഹെൻറിച്ച് ക്ലാസിനെ ഹൈദരാബാദ് ഒഴിവാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹൈദരാബാദിന് മികച്ചൊരു വിക്കറ്റ് കീപ്പറെ ആവശ്യമായി വരും. ഈ റോളിലേക്ക് സഞ്ജുവിനെ കൊണ്ടുവരാൻ ഹൈദരാബാദ് ശ്രമിച്ചേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. 23 കോടിക്കാരനായ ക്ലാസിനെ കൈവിട്ടാൽ 18 കോടി നൽകി രാജസ്ഥാനിൽ നിന്ന് സഞ്ജുവിനെ വാങ്ങാൻ ഹൈദരാബാദിന് സാധിച്ചേക്കും. ഇനി അത്തരമൊരു സാധ്യതയാണ് അവശേഷിക്കുന്നത്. രാജസ്ഥാനുമായി 2027 വരെ മലയാളി താരത്തിന് കരാറുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കൂടുമാറ്റത്തിന്റെ അന്തിമ തീരുമാനം രാജസ്ഥാൻ റോയൽസിന്റെ കൈകളിലാണ്. നവംബർ 15-നകം നിലനിർത്തുന്ന താരങ്ങളുടെയും ഒഴിവാക്കുന്ന താരങ്ങളുടെയും പട്ടിക ടീമുകൾ പുറത്തുവിടേണ്ടതുണ്ട്. സഞ്ജു സാംസണിന്റെ ഭാവി വ്യക്തമാവാൻ അതുവരെ കാത്തിരിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.